ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഒരു ഈസി ഈവനിങ് സ്നാക്കാണ്. ഇത് പുറത്ത് നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് കുട്ടികൾക്ക് ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു സ്നാക്കാണ്. അതിനായി ഞാൻ ഇപ്പം മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1-2 കതിരി വേപ്പില നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞങ്ങളിപ്പോൾ ഇത് വീട്ടിൽ തന്നെ പ്രിസർവ് ചെയ്തെടുത്തിട്ടുള്ള വേപ്പിലയാണ്. അതായത് നാടൻ വേപ്പില കിട്ടുന്ന സമയത്ത് നമ്മളത് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള മെത്തേഡിൽ ഏതാണെന്ന് നോക്കിയിട്ട് അങ്ങനെ പ്രിസർവ് ചെയ്ത് വെച്ചേക്കേണ്ടതാണ് അത്. പിന്നെ അല്പം ചില്ലി ഫ്ലേക്സും കുറച്ച് ഒറിഗാനോ പൗഡർ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടോ, ഞങ്ങളിപ്പോൾ ഇതിലാണ് എടുത്തിരിക്കുന്നത്. അതും കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇതാണ് നമ്മൾ മുട്ട നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഓരോ ബ്രെഡ് പീസും ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അതിനായി നമുക്ക് അല്പം റസ്ക് പൊടി അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് ആയാലും നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതൊരു പ്ലേറ്റിലേക്ക് നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ബ്രെഡ് ഓരോ പീസ് എടുത്ത് നമ്മൾ ഈ മുട്ട ബീറ്റ് ചെയ്തെടുത്തേക്ക് ഡിപ്പ് ചെയ്ത് കൊടുത്ത് ബ്രെഡ് ക്രംസിൽ ഇതിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം. നമ്മൾ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പാൻ ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ഓരോ ബ്രെഡ് പീസും പാനിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിനി ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നത് ലോ ടു മീഡിയം ഫ്ലെയിമിലാണ്. നമുക്കൊന്നും കൂടെ മറിച്ചിട്ട് കൊടുക്കാം. അതായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാനിപ്പോൾ എല്ലാ ബ്രെഡ് പീസും ഒന്ന് തയ്യാറാക്കിയതിന് ശേഷം കാണിച്ചു. അപ്പോൾ ഇപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല ക്രിസ്പിയാണ്. ഞങ്ങൾ ഇനിയും ഈ ചാനലിൽ ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്ന സ്നാക്സിൻ്റെ വീഡിയോസ് ഇനിയും അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നതാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബൈ.